കാരണം പിണറായിയുടെ ഈ ദുർഭരണം ഇനി ഏറെ നാളില്ലല്ലോ എന്ന് ആശ്വസിക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അത് CPIM. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിന്റെ റിസൾട്ടൊക്കെ എത്തി. അപ്പോൾ നമ്മുടെ ഷാജിൻ സക്രിയ പറയുന്നത് ചെങ്കൊടി താഴ്ന്നു, ഇനി കാവിയാണ് പൊങ്ങി വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ പല ചാനലുകളും പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ചാനലുകൾ എടുക്കാം. ഒന്ന് നമ്മുടെ 24 ന്യൂസും ഒന്ന് നമ്മുടെ ഷാജിൻ സക്രിയയുടെ മറുനാടനും. അപ്പോൾ മറുനാടനിൽ പറയുന്നത് കേരളക്കര മൊത്തത്തിൽ പിണറായി വിജയന്റെ ദുർഭരണത്തിലും മടുത്തു, അതുകൊണ്ട് തന്നെ കുറേ UDF കൊണ്ടുപോയി. അതുപോലെ തന്നെ നമ്മുടെ ചെങ്കൊടി എല്ലാം താഴ്ന്ന് ഇപ്പോൾ കാവിക്കൊടി പൊങ്ങി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാവിക്കൊടി നന്നായിട്ട് കയറി വരും, ഇനി മോദിജിയാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നതൊക്കെയാണ് പുള്ളിയുടെ അഭിപ്രായം. ഇനി നേരെ 24 ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായ പുച്ഛം. അതായത് ഒരു സ്ത്രീ, നമ്മുടെ ശ്രീലേഖ, ശ്രീലേഖ എന്നല്ല പേര്, ശ്രീലേഖ IPS, അവർ വിജയിച്ചു. അവരുടെ കാവി കൊടിയൊക്കെ നാട്ടി. അപ്പോൾ അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. പൊതി വരുന്നു ആഷ്മി, നല്ല ലഡു അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഓക്കെ, റെഡി. കാവി ലഡു അല്ലേ? റെഡി. ആ, കാവിയിൽ പൊതിഞ്ഞതായിരിക്കും. റെഡി. ശരണവിളി രാഷ്ട്രീയ മുദ്രാവാക്യത്തിൽ ശരണം വിളിക്കുന്നത് ശരിയാണെന്നൊക്കെ ആലോചിക്കട്ടെ. പോട്ടെ. ആ തുടക്കത്തിൽ ശ്രീകണ്ഠൻ നായരും ടീമും പറഞ്ഞ് പുച്ഛിക്കുന്നത് കണ്ടായിരുന്നോ? അവർക്ക് മൊത്തത്തിലൊരു പുച്ഛമാണ്. അതായത് BJP വോട്ട് പിടിച്ചു, അല്ലെങ്കിൽ പല സ്ഥലത്തും ജയിച്ചു എന്നുള്ളത് തന്നെ അവർക്കൊരു പുച്ഛമാണ്. കാവിക്കളർ ലഡു കണ്ടിട്ട് കൊതിയാവുന്നു. പിന്നീട് പറയുന്നത് എന്താ, അത് അവിടെ ദൈവത്തിനെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ എന്താ സ്വാമി ശരണമയ്യപ്പ എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. പക്ഷെ പരമമായ പുച്ഛമാണ് 24 ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളിത് ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ, കുറേ വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ അധികവും ഇതുപോലെ തന്നെ ഈ ചെന്താമരയൊക്കെ വിടരാനാണ് സാധ്യത. അങ്ങനെയാണല്ലോ ഓരോ നാട്ടിലും. കേരളമാണല്ലോ ഇപ്പോൾ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇവന്മാർ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നല്ല അടിപൊളി കമൻട്രി ആയിട്ട് വരും. അതാ നോക്കൂ, ചെന്താമരയാണ് ഇവിടെ വിരിയുന്നത് എന്ന് പറഞ്ഞിട്ട് വരും, ഉറപ്പായിട്ടും വരും. പക്ഷേ ഇപ്പോഴത്തെ അവന്മാരുടെ പുച്ഛം അത് അസഹനീയമാണ്. പിന്നെ നാട്ടിലെ താമര വിരിയൊന്നും അറിയില്ല. കാരണം ഇപ്പോൾ ഈ കണ്ടില്ലേ, ഈ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ദൈവത്തിനാണ് എല്ലാം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ NDA BJP ഭരിക്കും എന്നത് മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ വരാൻ പോകണു എന്നതിന്റെ അഭിമാനം, ചാരിതാർത്ഥ്യം, അതുപോലെ എല്ലാ ജനങ്ങളോടും നന്ദി. വോട്ട് ചെയ്ത എല്ലാവരോടും, എന്റെ കൂടെ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച എല്ലാവരോടും, ശബരിമല ശാസ്താവിനോടും അനന്തപത്മനാഭനോടും ഭഗവാനോടും ശ്രീ പത്മനാഭനോടും എല്ലാവരോടും വളരെ 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 നന്ദി. എപ്പോഴും ഹിന്ദുക്കളിൽ തന്നെ ആളുകൾക്ക് ദൈവത്തിനോട് ചേർത്തതെല്ലാം പറയുമ്പോൾ അങ്ങനെ ദഹിക്കാറില്ല. അപ്പോൾ അത് ദഹിക്കാത്തത് കൊണ്ട് തന്നെ ഏതാണ്ട് നമ്മുടെ നാട്ടിലേക്ക് താമര അധികം വിരിയാത്തതും ഏതാണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ്. എനിക്ക് സത്യത്തിൽ ഇഷ്ടമല്ല. സത്യത്തിൽ നല്ല ഭരണകർത്താക്കൾ വരണം, അത് ദൈവത്തിനെ കൂട്ടുപിടിച്ചിട്ടാവരുത്. ഇപ്പോൾ കേന്ദ്രത്തിൽ നല്ല ഭരണമല്ല എന്നല്ല ഞാൻ പറയുന്നത്, നല്ല ഭരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട്. ഒരുപാട് റോഡുകളും കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. ഒരുപാട് പുതിയ വികസനങ്ങൾ വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ വരട്ടെ. പക്ഷേ മതം പറഞ്ഞ് അല്ലെങ്കിൽ ജാതി പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിനോടാണ് നമ്മൾ മലയാളികൾക്ക് എതിർപ്പ്. അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?